ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് +2 കഴിഞ്ഞിട്ട് ഏതൊക്കെ എൻട്രൻസ് എക്സാമുകളാണ് എഴുതാൻ സാധിക്കുന്നത്, അതുപോലെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഈ 3 സ്ട്രീം പഠിച്ചവർക്കും എഴുതാൻ പറ്റുന്ന എൻട്രൻസ് എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും പ്രത്യേകിച്ച് അഡ്മിഷൻ പരമായ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം എല്ലാവരും കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഓൾ ഇന്ത്യ തലത്തിലുള്ള അല്ലെങ്കിൽ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള എക്സാംസ് ആണ് നീറ്റ്, അതുപോലെ തന്നെ JEE എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായും നിങ്ങൾ +1 മുതൽ എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതിനായിട്ട് നിങ്ങൾക്ക് അറിയാം ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ +1 മുതൽ തന്നെ നിങ്ങൾ ഈ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്കോർ തന്നെ നേടാനായിട്ട് സാധിക്കും. നിങ്ങളുടെ +1 +2ൻ്റെ സിലബസ് ബേസ് ചെയ്തിട്ടാണ് എക്സാംസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് നീറ്റ് എക്സാമിനെ കുറിച്ചാണ്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ആണ്. NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓൾ ഇന്ത്യ തലത്തിൽ അല്ലെങ്കിൽ നാഷണൽ ലെവൽ എക്സാം ആണ് നീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു നീറ്റ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഇന്ത്യയിലുള്ള ഏതൊരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നിങ്ങൾക്ക് ഡോക്ടർ ആകാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ നീറ്റ് എക്സാം സ്കോർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം +2ൽ സയൻസ് സ്ട്രീം എടുത്തവർക്കാണ് ഈ ഒരു നീറ്റ് എക്സാമിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എയിംസ് ആണ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതിൽ ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ ഒന്നാമത് വരുന്നത് ഈ ഒരു എയിംസ് ഡൽഹിയാണ്. വർഷം തോറും നിരവധി മെഡിക്കൽ റിസർച്ചുകൾ, അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻസുകൾ, അതുപോലെ അഡ്വാൻസ്ഡ് ടെക്നോളജി, ഇതെല്ലാം കൊണ്ട് എയിംസ് ഡൽഹിയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പം ഇതുപോലെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ടോപ്പ് 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എയിംസ് ഡൽഹി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വിദ്യാർത്ഥിയുടെയും നീറ്റ് എഴുതുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും ടോപ്പ് 1 പ്രയോറിറ്റി എന്ന് പറയുന്നത് എയിംസ് തന്നെ ആയിരിക്കണം. ഇന്ത്യയിൽ നിരവധി എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എയിംസ് ഭോപ്പാൽ, എയിംസ് ഭുവനേശ്വർ, എയിംസ് മധുരൈ, അങ്ങനെ കുറേ അധികം ഉണ്ട്. പിന്നീട് വരുന്ന ടോപ്പ് കോളേജസ് ആണ് CMC വെല്ലൂർ, അതുപോലെ തന്നെ ജിപ്മർ പോണ്ടിച്ചേരി, ഇങ്ങനെയുള്ള നിരവധി കോളേജുകൾ വരുന്നു. നാഷണൽ ലെവൽ ഇമ്പോർട്ടൻസ് ഉള്ള നിരവധി കോളേജുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ടോപ്പ് കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോറും അതുപോലെ മികച്ചതായിരിക്കണം. ആദ്യ റാങ്കുകളിലൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും ഇതുപോലെയുള്ള കോളേജുകളിലൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നത്. പിന്നീട് വരുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജുകളാണ്. മെഡിക്കൽ കോളേജ് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ മെഡിക്കൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നിരവധി മെഡിക്കൽ കോളേജുകളുണ്ട്. അവിടേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്തത് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു കേരളത്തിലെ മെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പിന്നീട് അത് പറയാം. അപ്പം ഇപ്പം നീറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഓരോ എക്സാമ്പിളെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ എക്സാമുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനുവേണ്ടി. ഓക്കെ, അപ്പം ഇനി അടുത്ത വരുന്ന ഒരു നാഷണൽ ലെവൽ എക്സാം ആണ് JEE എന്ന് പറയുന്നത്, ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ JEE എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ തലത്തിലുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്. നിങ്ങളുടെ +1 +2 സിലബസ് ബേസ്ഡ് ആണ് വരുന്നത്. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മാത്സിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ബയോളജിക്കായിരുന്നു, എന്നാൽ എഞ്ചിനീയറിംഗിൽ വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യയിലുള്ള മികച്ച എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു JEE എക്സാം സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പം മികച്ച എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും IIT, അതുപോലെ IIIT, അതുപോലെ NIT, അതുപോലെ IISER, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പം ഇവിടേക്കൊക്കെയുള്ള അഡ്മിഷൻ നടത്തുന്നത് ഈ ഒരു JEE എൻട്രൻസ് എക്സാമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു JEE എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് സയൻസ് സ്ട്രീമുകാർക്ക് വരുന്ന എക്സാമാണ് JEE എന്ന് പറയുന്നത്. JEE 2 ലെവലായിട്ടാണ് വരുന്നത്. JEE മെയിൻ വരുന്നുണ്ട്, JEE അഡ്വാൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് JEE മെയിൻ ആണ്. അപ്പോൾ ഈ ഒരു JEE മെയിനിൽ നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് NITകളിലും അതുപോലെ തന്നെ IIITകളിലും ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ JEE മെയിൻ പാസ്സായവർക്ക് മാത്രമേ JEE അഡ്വാൻസ് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് JEE മെയിൻ ക്ലിയർ ചെയ്യാനായിട്ടൊരു കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ടുണ്ട്. അതായത് ഇത്ര മാർക്ക് കട്ട് ഓഫ് മാർക്കാണ്. ആ ഒരു മാർക്കിൽ നിങ്ങൾ കൂടുതൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് JEE അഡ്വാൻസ് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു JEE അഡ്വാൻസിൻ്റെ റാങ്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് IITകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു
ഏറ്റവും ടോപ്പായിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് IITs എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു IITകളിൽ നിങ്ങൾക്ക് JEE അഡ്വാൻസിൽ നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ JEE അഡ്വാൻസിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ IITs തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു IITസിലൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ ടഫുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ ഇതുപോലെ IITസിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിന് ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് ആയിരിക്കും അത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു JEE എന്ന് പറയുന്ന ഓൾ ഇന്ത്യ ലെവൽ എഞ്ചിനീയറിംഗ് എക്സാമിനേഷനാണ്. ഇനിയിപ്പം നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടുള്ള എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ഏതാണ്? അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കീമാണ്. അതായത് എന്താണ് കീമിൻ്റെ ഫുൾ ഫോം? കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാം ആണ്. അപ്പോൾ എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ഗവൺമെൻറ് അതുപോലെ തന്നെ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കീമിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ എക്സാം എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കേരള ഗവൺമെൻറ് തയ്യാറാക്കുന്ന ഒരു എക്സാമാണ്. അതായത് കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അതുപോലെ തന്നെ ഫാർമസി കോഴ്സുകൾക്കും വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എക്സാമാണ് കീം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കീമിൻ്റെ ആ ഒരു ഫുൾ ഫോം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് കണ്ടു? ആർക്കിടെക്ചർ എന്നും അതുപോലെ തന്നെ മെഡിക്കൽ എന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പം അതിലേക്കൊക്കെ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ആർക്കിടെക്ചറിലും അതുപോലെ തന്നെ മെഡിക്കലിനും ഒക്കെ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ അപ്പോൾ കീം എഴുതിയാൽ മതിയോ? പറ്റില്ല. അതിന് നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ ഫീൽഡിലേക്ക്, മെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് നിങ്ങൾ നീറ്റ് എക്സാം തന്നെയാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ നാട്ട എന്ന് പറയുന്ന ഒരു എക്സാമാണ് എഴുതേണ്ടത്. ഓക്കെ, പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മെഡിസിനും അതുപോലെ തന്നെ ആർക്കിടെക്ചറിനും ഒക്കെ അഡ്മിഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് അല്ലെങ്കിൽ നാറ്റ എക്സാം എഴുതിയാൽ മാത്രം പോരാ, നിങ്ങൾ കീമിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കീമിൽ നിങ്ങൾ അതിനുവേണ്ടി എക്സാംസ് എഴുതേണ്ട ആവശ്യമില്ല, പക്ഷേ കീമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. കീം എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും, മെഡിക്കൽ, ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം? സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മെഡിക്കലിനൊക്കെ എങ്ങനെയാണ് കേരളത്തിൽ അഡ്മിഷൻ, കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ സമയത്ത് അവിടെ സ്റ്റേറ്റ് കോട്ടയുണ്ട്. ആ ഒരു നിങ്ങൾക്ക് നീറ്റിൽ ലഭിക്കുന്ന ആ ഒരു സ്കോറ് അവിടെ സ്റ്റേറ്റ് കോട്ടയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ അതായത് സ്റ്റേറ്റുകളിലുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ലഭിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കീമിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്ന ഒരു എക്സാമാണ് നാറ്റ എന്ന് പറയുന്നത്. അതായത് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ, അതായത് BR കോഴ്സുകൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു എൻട്രൻസ് എക്സാമാണ് നിങ്ങൾ എഴുതേണ്ടത്. അതും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സയൻസ് സ്ട്രീമിലുള്ളവർക്കാണ് എഴുതാൻ സാധിക്കുന്നത്. ഇനി വരുന്ന അടുത്ത ഒരു എൻട്രൻസ് എക്സാമാണ് ക്ലാറ്റ്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. ഇതൊരു നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമാണ്. ലോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എഴുതേണ്ട ഒരു എക്സാമാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള 22 നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എഴുതേണ്ട ഒരു എക്സാമാണിത്. ഓക്കെ, അപ്പോൾ +2 സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഏത് സ്ട്രീം എടുത്തവർക്ക് വേണമെങ്കിലും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു എക്സാമാണ് NCH MCT, നാഷണൽ കൗൺസിൽ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. അതായത് ദേശീയ പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ കാറ്ററിംഗ് ടെക്നോളജിയൊക്കെ പഠിക്കാൻ താല്പര്യപ്പെടുന്നവരെ എഴുതേണ്ട ഒരു എക്സാമാണ് ഈ പറഞ്ഞ പോലെ NCH MCT JEE എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം എടുത്തവർക്ക് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനിയും അടുത്തത് വരുന്നത് ND ആണ്, നാഷണൽ ഡിഫൻസ് അക്കാഡമി. അതായത് UPSC, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു നാഷണൽ ലെവൽ എക്സാം ആണ് ND എന്ന് പറയുന്നത്. അതായത് എയർഫോഴ്സ്, നേവി, ആർമി ഇതിലേക്കൊക്കെ ഓഫീസേഴ്സായിട്ടൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത് ഈ ഒരു എക്സാമിലൂടെയാണ്. ഓക്കെ, ഇനി വരുന്ന നെക്സ്റ്റ് ഒരു എക്സാമാണ് NIFT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ആൻഡ് ടെക്നോളജി. അതായത് ഈ ഫാഷൻ ഡിസൈനിങ് പോലെയുള്ള കോഴ്സുകളൊക്കെ പോകാൻ താല്പര്യപ്പെടുന്നവർ, നാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോകാൻ താല്പര്യപ്പെടുന്നവർ എഴുതേണ്ട ഒരു എക്സാമാണിത്. അപ്പോൾ NIFT എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ടോപ്പ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് NIFTയിൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ്, ഇൻറ്റീരിയർ ഡിസൈനിങ് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. NIFTസിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല സാലറിയോടുകൂടി തന്നെ നിങ്ങൾക്ക് ജോലിയൊക്കെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും വരുന്ന കുറച്ച് എൻട്രൻസ് എക്സാമുകളുടെ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.